ഈശ്വര, ഇന്ന് ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്ന ദിവസം. നിങ്ങളേ ഉള്ളൂ എനിക്ക് സഹായത്തിന്. ഇത്തവണ കൈവിട്ട പിന്നെ അടുത്ത കാലത്തൊന്നും എന്റെ ഈ മോഹം നടക്കില്ല. അറിയാലോ ഈശ്വര. ഭാമേ, ഞാൻ ഇറങ്ങാ. ഇന്ന് റിസൾട്ട് വരുന്ന ദിവസം ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഈശ്വര, ചൂല്. ഭാമേ, നീ എന്താ ഈ കാണിക്കുന്നേ? എന്താ എന്താണെന്നോ? ഈശ്വര, പോകാൻ ഇറങ്ങിയ വഴിയെ കണ്ട ചൂല. എനിക്ക് കാര്യം മനസ്സിലായി. ഇത്തവണയും ഞാൻ പാസ്സാവില്ലെന്നല്ലേ അർത്ഥം. എന്നാലും എന്നെ ഇവിടുന്ന് വേണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയാ, എനിക്ക് ജയിച്ചേ പറ്റൂ. നിങ്ങൾ എന്നെ സഹായിക്കണേ. ഇത്തവണ കൂടി നിങ്ങൾ എന്നെ ജയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ നീ വിളക്കെത്തിക്കാൻ ഇവിടെ പ്രാർത്ഥിക്കാനെന്ന് എന്നെ പ്രതീക്ഷിക്കണ്ട. ഈശ്വര, ഈശ്വര, അറിയാതെ പറഞ്ഞു ഇതാ. എന്താ ഇത്? നീ എന്നെ നശിപ്പിക്കുന്നതിന് ഇറങ്ങിയിരിക്കണം. രാവിലെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ചൂലുമായിട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മുറ്റം നോക്കുന്ന നേരം വെളുക്കുമ്പോ ചെയ്യണമെന്ന്. രാവിലെ ഞാൻ പോകുന്ന നേരം നോക്കി കൃത്യമായി ചൂലും പിടിച്ചങ്ങ് നിൽക്കുക. എനിക്കറിയാം, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ജയിച്ച് ഞാൻ വില്ലേജ് ഓഫീസർ ആവുന്നതിൽ നിനക്ക് അസൂയ. നിനക്ക് മാത്രമല്ല, നാട്ടിലും ഓഫീസിലുമുള്ള സകലർക്കും അസൂയ. അതുകൊണ്ട് മനപ്പൂർവ്വം നീ ചൂലുമായി വന്നു നിന്നല്ലേ? അതെ, അത് തന്നെയായിരുന്നു ഉദ്ദേശം. എന്തോന്ന് ഭാമേ? മോനേട്ടാ, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നതാ. അടുക്കളയിലെ പണി മുഴുവൻ തീർത്ത് മോഹനേട്ടന് കാപ്പി ഉണ്ടാക്കി തന്ന് കോളേജിൽ പോയ മോഹനേട്ടന്റെ പെങ്ങക്ക് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ളത് കൊടുത്തു വിട്ടിട്ട് ഇവിടെ സകല പണിയും തീർത്തിട്ടാണ് ഞാൻ മുറ്റം പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇനി അത് തീർത്തിട്ട് എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. അപ്പൊ എനിക്ക് നേരമുള്ള പോലെ സൗകര്യമുള്ളതുപോലെ ഞാൻ അതൊക്കെ ചെയ്തിരിക്കും. എന്താ ഇതിന് ബുദ്ധിമുട്ടുള്ളവര് ഒന്നെങ്കിൽ ഞാൻ മുറ്റമടിക്കാത്ത നേരം നോക്കി ഓഫീസിൽ പോയിക്കൊള്ളണം, അല്ലെങ്കിൽ വീടിന്റെ പുറകുവശത്ത് ഒരു വഴിയുണ്ട്, ആ വഴിക്ക് പോവാൻ നോക്ക്. മനസ്സിലായല്ലോ? എന്നെ നന്നാക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ അങ്ങ് പോയാലോ? ഇപ്പോ എന്റെ ഭാഗത്താണ് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? മോഹനേട്ടാ, ഇതൊരു വീടാണ്. ഈ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഈ ചൂല്. ഇത് കണ്ട ദോഷമാണെങ്കിൽ ഇത് വാങ്ങാൻ പാടില്ലായിരുന്നു. കണ്ടാ ദോഷമാണ് ഞാൻ പറഞ്ഞില്ലല്ലോ. രാവിലെ ഇവിടുന്ന് പോകാൻ ഇറങ്ങുമ്പോ കാണുന്നതാണ് ദോഷം. ഉച്ചയ്ക്കും വൈകുന്നേരം കണ്ട ദോഷമാകാത്ത ഒരു സാധനം രാവിലെ മാത്രം ദോഷമാകുന്നത് എങ്ങനെയാ? പറയുന്നൊരു യുക്തി വേണ്ട മനുഷ്യ. എല്ലാ കാര്യങ്ങളിലും യുക്തി വേണമെന്ന് വാശി പിടിക്കല്ലേ ഭാമേ? ഇനി നീ തർക്കിക്കണ്ട. രാവിലെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ചൂല് കാണുന്നത് പ്രശ്നമാണ്. മോഹനേട്ടാ, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. ഇതിനൊരു ദോഷം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്തായനെ? അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? ഈ ശകുനം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യമാണോ? എന്താ സംശയം? എന്താണോ ഇനി? ശകുനം ഒരു ശാസ്ത്രമാണ്. എത്രയോ നാളുകളായി നമ്മുടെ നാട്ടിൽ പ്രയോഗത്തിലുള്ള ഒരു ശാസ്ത്രം. ഒറ്റയടിക്ക് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സൗകര്യത്തിനും സന്തോഷത്തിനും വേണ്ടി വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു പെണ്ണ് നല്ല ശകുനം. ഭാഗ്യദോഷം കൊണ്ട് ഭർത്താവ് മരിച്ചുപോയി ഒറ്റയ്ക്കായി പോയ ഒരു വിധവ മോശ ശകുനം. ഇതെന്ത് ശാസ്ത്രമാണ്? അങ്ങോട്ട് മറുപടി. ഇതിനൊന്നും ഞാൻ മറുപടി പറയാനില്ല. അല്ലെങ്കിൽ ഇതിന് ഞാൻ തോണം. ഇതിനുള്ള മറുപടി കാലം നിനക്ക് തരും. കാലം. മോഹനേട്ടന്റെ തകളി. പിന്നെ ഇന്ന് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കും നിന്റെ ഈ ചൂലുമായിരിക്കും. ആഹാ.
ഇത്തിരി താമസിച്ചു. മോനേഷ് സാറേ എന്താ അത്ര സ്പീഡിൽ? രാവിലെ ഭാമയായിട്ട് തർക്കിച്ച് നേരം പോയി. ദേ മണി 9:45. ഇന്ന് ഞാൻ ആഫീസിൽ ചെല്ലുമ്പോ വൈകും. ഓ പിന്നെ എന്ന് വെച്ചാ ഐക്യരാഷ്ട്രസഭയിലെ ആഫീസിലോട്ടല്ലേ പോണത്? എന്റെ പൊന്ന് സാറേ, സമയത്തിനും കാലത്തിനും ഒക്കെ കൃത്യമായിട്ട് ആഫീസിൽ പോണ ആരെങ്കിലും സാർ കണ്ടിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യ്, കേറ്. ഇനിയിപ്പോ നടന്നു പോയി താമസിക്കണ്ട, ഞാൻ അങ്ങോട്ട് നന്നായി. കേറ് സാറേ. എന്താ സാറേ? വേണ്ട, ഇത് വേണ്ട. അയ്യോ എന്ത് പറ്റി? സാറ് സ്കൂട്ടർ വാങ്ങിച്ച് പെട്രോൾ ഒഴിച്ച് ഓടിക്കില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. ഓസിൽ ഇതിന്റെ പിറകെ കയറുന്നതിന് എന്താ തെറ്റ്? കേറ് സാറേ ഇങ്ങോട്ട്. അതല്ല ഉത്തമ. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്, മറ്റേ കാർബൺ മോണോക്സൈഡ്. സാറേ, ഞാൻ ഒറ്റയ്ക്ക് പോയാലും സാറ് കൂടെ കയറിയാൽ ഈ വണ്ടിയിൽ നിന്ന് പോകുന്ന കാർബൺ മോണോക്സൈഡിന്റെ അളവ് ഒന്ന് തന്നെയല്ലേ? അതല്ല ഉത്തമ, ഇന്ന് ഇതിൽ കയറി ശരിയാവും. സാറ് കാര്യം പറ. ഉത്തമനായതുകൊണ്ട് ഞാൻ ഉള്ളത് പറയാം. രാവിലെ പോകാൻ ഇറങ്ങുമ്പോ കൃത്യം മുമ്പിൽ ചൂലുമായി സത്യഭാമ. ആ വക്കീൽ ഉപദ്രവം തുടങ്ങിയോ? സൂക്ഷിക്കണം കേട്ടോ. അതല്ല ഉത്തമ, പിന്നെ അവൾ അവിടെ നിന്ന് മുറ്റമടിക്കുന്നു. മുറ്റമടിക്കട്ടെ, നല്ല കാര്യമല്ലേ? അത്തരം കാര്യങ്ങളിലൊക്കെ വക്കീൽ ഡീസന്റ്. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും മുറ്റമടിക്കാൻ ജോലിക്ക് വേറെ ആളിനെ വെച്ചേനെ. പക്ഷേ നമ്മളൊരിടത്ത് പോകാൻ ഇറങ്ങുമ്പോ ചൂല് കാണുന്നത് പ്രശ്നമല്ലേ ഉത്തമ? ചൂല് ചീത്ത ശകുനമല്ലേ? ആണോ? പിന്നല്ലേ. ഇനിയിപ്പോ ഞാൻ ആ ചൂല് ശകുനം കണ്ടിട്ട് വീട്ടിൽ നിന്നിറങ്ങി ഇപ്പൊ ഉത്തമന്റെ ഈ വണ്ടിയുടെ പിറകെ കയറിയാൽ വഴിയിൽ വെച്ച് വല്ല പാണ്ടി ലോറി അടിക്കലെന്ന് ആര് കണ്ടു? ചൂല് ശകുനം കൊണ്ട് നടക്കുന്നു. ഇയാളൊക്കെ 75 വർഷത്തിന് മുമ്പേ ജനിക്കേണ്ടതാണ്. പുച്ഛം, ഉത്തമന് പുച്ഛം. ഇവർക്കൊക്കെ അനുഭവം ഉണ്ടാകുമ്പോഴേ പഠിക്കും. അഹങ്കാരികൾ. ശകുനം ശാസ്ത്രമല്ലത്രേ, പിന്നെന്താ ശാസ്ത്രം? എവിടെ വണ്ടി ഓടിക്കുന്നത്? ഓടാ. ഇനി എങ്ങനെ ഓഫീസിൽ പോവും? ഈ അവസ്ഥയിൽ അങ്ങോട്ട് ഇന്ന പ്രശ്നമാവുമല്ലോ. വീട്ടിൽ പോയി വേഷം മാറാം. ഒരു ചൂല് കാരണം നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ആരും കാണാതിരുന്ന കുഴപ്പമില്ല. അയ്യോ സാറേ, എന്താ സാറേ തിരിച്ചു പോകുന്നത്? ആഫീസിൽ പോകുന്നില്ലേ? അയ്യ, ഇത് എന്തോന്ന് സാറേ? ഞാൻ ചൂലിന്റെ കാര്യം പറഞ്ഞപ്പോ ഉത്തമൻ തമാശയായിരുന്നല്ലോ. എന്താ ഇപ്പൊ എന്തായി? 6 കൊല്ലമോ ഞാൻ ഓഫീസിൽ പോകുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പ്രശ്നം എന്താ? എന്താ? ചൂല്. ഒരു ചൂല് വിചാരിച്ച ഇത്രയൊക്കെ നടക്കൂല്ലേ? എനിക്ക് ഇതൊരു പുതിയ അറിവാ. ഒരു കാര്യം ചെയ്യ്, കുറെ കയറി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ കൊണ്ടാക്കാം. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് പോവാ. അത് നന്നായി. വന്നത് വളരെ നന്നായി. സാറേ, തിരിച്ചു പോകുമ്പോ പേടിക്കേണ്ട കാര്യമില്ല അല്ലേ? ഈ പാണ്ടി ലോറിയൊന്നും വരാനില്ലല്ലോ, ബൈ റോഡല്ലേ. അങ്ങോട്ട് പോകുമ്പോഴേ കുഴപ്പമുള്ളൂ, കേറിക്കും. വണ്ടി വിട്. ഒന്ന് ഗ്യാപ്പ് ഇട്ടിരുന്നോ കേട്ടോ സാറേ? മാറ്റമുണ്ടോ? അതുമല്ല, ഈ കയ്യിലെ ചരട് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇതാരാണപ്പോ ഈ സമയത്ത്? അയ്യോ, ഇതെന്താ മോനേട്ടാ? നീ മിണ്ടരുത്. രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോ ചൂലുമായി വന്ന് മുമ്പ് എന്നിട്ട് എന്തെന്നാ നീ ഒറ്റ വൃത്തിയതിന് കാരണക്കാരി? ഞാനെന്ത് ചെയ്തു? എന്റെ ഭാഗ്യം കൊണ്ട് ഇതിൽ തീർന്നു. എത്ര വണ്ടി ഓടുന്ന റോള? ഏതെങ്കിലും ഒന്ന് എന്റെ നെഞ്ചത്തൂടെ കയറിയിരുന്നെങ്കിൽ. ഇവിടെ നിൽക്കും, ഞാൻ പോരാ. ആര് നിൽക്ക? ഇതിടാ. വക്കീലിന് കാര്യം മനസ്സിലായില്ല? വഴിയിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞു സാറേ വാ വില്ല ആഫീസ് കൊണ്ടാക്കാത്ത. അപ്പൊ രാവിലെ ചൂല് കണ്ട ന്യായം പറഞ്ഞ് എന്റെ വണ്ടി കയറിയില്ല. അന്നേരം എന്റെ വണ്ടിയുടെ പുറകെ കയറിയിരുന്നെങ്കിൽ ഈ ചെളിയിൽ കുളിക്കാൻ വേണ്ടായിരുന്നു, ഇപ്പൊ കൃത്യസമയത്ത് ഓഫീസിലെത്തുകയും ചെയ്യുമായിരുന്നു. ഇന്ന് എന്തെങ്കിലും പറ്റിയ അതിന് ഉത്തരവാദി ചൂലായിരിക്കും പറഞ്ഞ രാവിലെ പോയത്. എന്റെ വക്കീലെ, ഇതിനാ ചൂലെന്തോന്ന് പഠിച്ചു?
ഇപ്പൊ മോഹന സാറിന് കിട്ടിയതുണ്ടല്ലോ, സാറ് എരന്ന് ചോദിച്ച് വാങ്ങിച്ചതാ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉത്തമ. അല്ല സാറേ, ഈ സ്റ്റേഡിയത്തിന്റെ പുറകിലുള്ള വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള വിവരം ഞാൻ വക്കീലിനോട് പറയായിരുന്നു. മനസ്സിലായി. ഇറങ്ങാം. ഓ ഭാമേ, ഭാമേ, നീ എന്തിനെങ്ങനെ മുഖം വിരിപ്പിച്ചു നിൽക്കുന്നേ? രാവിലെ എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതല്ലേ. ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്ന ദിവസം ആർക്കായാലും ഒരു പേടി ഉണ്ടാവില്ലേ? അതിന് പാവം ഞാനും എന്റെ ചൂല് വന്ന് പഠിച്ചു. ഈ ചൂല് കാണുന്നത് നല്ല ശകനമല്ലെന്ന് എല്ലാരും പറയും. അതുകൊണ്ട് മനഃപൂർവ്വം മോഹനേട്ട തോക്കാൻ വേണ്ടി ഞാൻ ചൂലുമായിട്ട് മുറ്റത്തിറങ്ങി നിന്നു. എനിക്ക് മോഹനേട്ടനോട് അസൂയാണല്ലോ. അല്ല, അത് പിന്നെ ഞാൻ മോഹനേട്ടൻ ടെസ്റ്റ് എഴുതിയതും നമ്മുടെ വീട്ടിലെ ചൂലുമായിട്ട് എന്താണ് ബന്ധം? ഒന്നുമില്ലല്ലോ. ഇത്രയും അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാള് വില്ലേജ് ഓഫീസർ ആയാൽ ആ നാടിന്റെ അവസ്ഥ എന്താവും? ഇനി വില്ലേജ് ഓഫീസ് വരുന്നവരും ശകുനോ മുഹൂർത്തം നോക്കിയേ വരാവുള്ളൂ എന്ന് നമുക്കൊരു ഓർഡർ ഇറക്കിയാലോ? എന്താ? രാഹുകാലത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ അപേക്ഷയുമായിട്ട് വരുന്നവർക്ക് കരവടയ്ക്കാതെ തന്നെ രസീത് കൊടുക്കപ്പെടും. എന്തേ, നമുക്ക് അങ്ങനെയൊക്കെ ആക്കിയാലോ? മതി, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. മോഹനായിട്ട് സമ്മതിച്ചതല്ല, അനുഭവം തെളിയിച്ചു. അതെ, അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മള് ഓരോന്ന് പഠിക്കുന്നത്. അപ്പോ നാളെ മോഹനായിട്ട് പോകാൻ ഇറങ്ങുമ്പോ ഞാൻ ചൂലുമായിട്ട് നിന്നാൽ നിൽക്കണം, അതല്ലേ വേണ്ടത്. നാളെ മുതൽ ചൂലുമായി നിൽക്കുന്ന സത്യഭാമയെ കണ്ടിട്ട് ഈ മോഹനേഷ് ഓഫീസിൽ പോവൂ. അപ്പോ എനിക്ക് പുതിയൊരു ജോലി കൂടിയായി. അതൊക്കെ പോട്ടെ, വില്ലേജ് ഓഫീസർ ആകാൻ പോവല്ലേ, ചെലവ് ചെയ്യാതിരിക്കോ? നിനക്ക് എന്താ വേണ്ടത് പറ. എന്ത് ചോദിച്ചാലും തരുവോ? എന്ത് സംശയം? വാക്ക്. എങ്കി ഒരു പുതിയ ചൂല് വാങ്ങിച്ചു തരുവോ? എന്തിന്? മുറ്റോടിക്കാനാ.